ഹായ് ഹലോ, ഇത് ഞങ്ങൾ കോഴിക്കോട് പോയ ഒരു വീഡിയോ ആണ്. ഈ കോഴിക്കോട് പോകാൻ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളായി കോഴിക്കോട് പോകണം, അവിടെ ഈ മിഠായി തെരുവ് ഇതൊക്കെ കാണണമെന്ന് യൂട്യൂബിലൂടെ തന്നെയാണ് കേട്ടോ കോഴിക്കോടിനെ ഇത്രയും പരിചയപ്പെട്ടത് ഞാൻ. അപ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹമായിരുന്നു അവിടെ ഒന്ന് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടും അവിടെ ഉണ്ട്. അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവരവിടെ തന്നെയാണ് ഇപ്പോൾ താമസിക്കണതെന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട്, നമുക്ക് കോഴിക്കോട് പരിചയമുള്ള ഒരാളും കൂടി ആയല്ലോ, ഞങ്ങൾ സന്തോഷമായിട്ട് അങ്ങനെ ട്രെയിൻ യാത്രയിലൂടെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ദേ കോഴിക്കോട് എത്തിയപ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. നമ്മൾ നമ്മുടെ അടുത്താണുള്ള സ്ഥലമാണെങ്കിൽ കൂടെ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റുക എന്നുള്ള വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ദേ നല്ല സ്നേഹിക്കാൻ മനസ്സുള്ള കുറേ ആളുകളാണ് കേട്ടോ ഈ കോഴിക്കോടുള്ള ആൾക്കാർ. അതിങ്ങനെ പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കത് ഇവിടെ ചെന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അനുഭവമായി. അത്രയും നല്ല സ്നേഹമുള്ളൊരു ഫാമിലീസായിരുന്നു അവർ. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഒരുക്കി ഞങ്ങളെ എവിടെയൊക്കെയാണ് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് അവിടെയൊക്കെ അവർ ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങളുടെ കൂടെ അവരുടെ ഒരു ദിവസം തന്നെ അവർ മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ എല്ലായിടത്തും അവർ വന്നു. ഞാൻ അവരെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോഴത്തെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഞങ്ങളിത് ഓട്ടോയ്ക്ക് വേണം അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതേ ഓട്ടോ സ്റ്റാൻഡ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ നിൽക്കുവാണ്. കാര്യം ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ ഓട്ടോ സൗകര്യങ്ങളൊക്കെ ശരിക്കും നല്ല രീതിയിൽ എല്ലാ സ്റ്റേഷനിലും പാലിക്കേണ്ടതാണ് കേട്ടോ. എല്ലാ യാത്രക്കാർക്കും പോകാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ ഓട്ടോയിൽ കയറാനുള്ള സൗകര്യങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിൽ ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് അവിടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ചേച്ചി ഉണ്ടാക്കിയത്. നെയ്പ്പത്തിൽ, ചിക്കൻ കറി, ബീഫ് കറി, അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇവിടെ മിഠായി തെരുവിലേക്ക് വന്നു. ഞങ്ങൾ കുറേയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം പിള്ളേർ 3 പേരുണ്ട്, തിരക്കുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. കുറച്ച് 2-3 സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയായിരുന്നു കേട്ടോ. വാങ്ങിച്ച വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കണേണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയിൽ കയറിയിട്ട് പാരഗണിലേക്കാണ് പോയത്. ഇവിടെ പാരഗണിലെ പാരഗണിലെ ബിരിയാണി കഴിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. ഇതൊരു ഗ്രൗണ്ടാണ് കോഴിക്കോട്. ഇത് മാനാഞ്ചേരി മൈതാനം അങ്ങനെ എന്തോന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നേരം കയറി ഇരിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾക്ക് വൈകുന്നേരം 6 മണിക്കാണ് റിട്ടേൺ ആയിട്ട് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് സമയമില്ല. അപ്പോൾ ജസ്റ്റ് ആ വണ്ടിയിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇരുന്ന് കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാരഗണിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. പിള്ളേരൊക്കെ ആകെ ടയേർഡായ കാര്യം നമ്മൾ വെളുപ്പിനെ ആണ് ട്രെയിൻ കയറി ഇവിടെ എത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ മിഠായി തെരുവിലൊക്കെ പോയി എന്താ പറയുക, അത്യാവശ്യം ഒന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് പിള്ളേരൊക്കെ വന്നത്. അപ്പോൾ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നെ കൂടി വന്ന എല്ലാവരുടെയും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അവരുടെ പ്രൈവസിയെ മാനിച്ചിട്ട് ഞാൻ എടുത്തില്ല. ഞാൻ ഞങ്ങളുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം സ്റ്റാർട്ടറായിട്ട് വന്നത് സൂപ്പാണ്, ചിക്കൻ ക്രീമി സൂപ്പാണ്. പക്ഷേ എനിക്ക് ഈ സംഭവം ക്രീമി എനിക്കിഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്രീമിൻ്റെ, നെയ്യുടെയോ ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടട്ടെ. എങ്കിലും ആ ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പിള്ളേർക്കും അവർക്ക് ഓർഡർ ചെയ്തിട്ട് അവരും കഴിച്ചില്ല. അത് ഭയങ്കര സങ്കടമായി. കാരണം അവർ സാധാരണ സൂപ്പാണ് പറഞ്ഞത്, ശരി ക്രീമി സൂപ്പാണ് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കിഷ്ടപ്പെടാത്ത രീതിയിലാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. റോജേട്ടൻ ഓൾറെഡി ഉണ്ട്, ലൂക്കയുടെ ഉണ്ട്, റോജേട്ടൻ്റെ ഉണ്ട്. അപ്പോൾ ഇതും ഫില്ല് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പയ്യെ ദുഃഖത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കളയാനും പറ്റില്ല, ഇത്രയും പൈസ കൊടുത്ത് നമ്മളിത് വാങ്ങിയിട്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന റോഷൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി അവരാണ് നമുക്ക് ട്രീറ്റ് ചെയ്തത് കേട്ടോ പാരഗണിലെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്.
അതായത് പാരഗണിലെ കോഴിക്കോട് പാരഗണിലെ ഫേമസ് ആണ് ചിക്കൻ ബിരിയാണി. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ പാരഗണിൽ നിന്ന് ബിരിയാണി കഴിക്കണം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആ ഒരു ആഗ്രഹമായിരുന്നു, അതങ്ങനെ സാധിച്ചു. അപ്പോൾ അതേ അടിപൊളി ബിരിയാണി ആയിരുന്നു, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റായിരുന്നു ബിരിയാണിക്ക്. ശരിക്കും പറഞ്ഞാൽ രാവിലെ നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പത്തിരി, ഈ നെയ്പ്പത്തലി അതൊക്കെ കഴിച്ചിട്ട് വയറ് അത്യാവശ്യം നിറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല അങ്ങോട്ട് വയറ് നിറച്ച് തിക്കി കഴിക്കാൻ പറ്റൂലായിരുന്നു. എങ്കിലും കൊണ്ടുവന്ന ഫുഡ് നമ്മൾ നല്ല രീതിയിൽ കഴിച്ചു കേട്ടോ. ആസ്വദിച്ച് തന്നെ കഴിച്ചു എന്ന് പറയാം. സമയം എടുത്താണ് കഴിച്ചത്, കുറേ സമയം എടുത്തു. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ ചിക്കൻ ലോലിപോപ്പ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിവിടെ നിന്ന് മേടിക്കണ പോലെ ആയിരുന്നില്ല, സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു, സ്പെഷ്യൽ ഫ്ലേവർ ആയിരുന്നു ചിക്കൻ ലോലിപോപ്പിന്. അപ്പോൾ ഞാനും അത് പിള്ളേർക്ക് ഓർഡർ ചെയ്തത് ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പല്ലി കമ്പിട്ടേക്കണോണ്ടിട്ടേ കടിച്ച് വലിച്ചൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റൂല, സാവധാനമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ ഇതൊക്കെ. ശരിക്കും ഞാൻ ആഗ്രഹിച്ചിരുന്നത് ലൈവായിട്ട് നടക്കണതിൻ്റെ ഒരു സന്തോഷം കൂടി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ദേ ഇവിടെ ആ മാളിൽ എന്തോ മാളിൻ്റെ പേര് എനിക്കറിയില്ല, അവിടെ ഇങ്ങനെ മീനെ കാലിലൊക്കെ വന്നിരുന്നിട്ട് എന്തോ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അത് സംഭവം എന്നോട് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് പേടിയാണെന്ന്. അപ്പോൾ റോച്ചേട്ടൻ ചെയ്യാനിരുന്നു. അപ്പോൾ എന്താ പുള്ളി ചിരിക്കണമെന്ന് വെച്ചാൽ പുള്ളിക്ക് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കടിക്കുമ്പോൾ ഇക്കിളി ആവണുണ്ട്. അപ്പോൾ എന്താണ് റോച്ചേട്ടൻ്റെ കാലിൽ ഇങ്ങനെ വന്നിരിക്കണതൊക്കെ കാണുമ്പോഴേക്കും പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ആദ്യം കുറേ നേരം നോക്കി നിന്നിട്ടാ, പിന്നെ എനിക്ക് പിന്നെ ഒരു അറുപ്പ് പോലെ തോന്നി, ഇതെല്ലാം കൂടി ഇങ്ങനെ കടിച്ച് തൂങ്ങി പിടിച്ചിരിക്കണ കണ്ടിട്ടെ. എന്തായാലും ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയല്ലേ ലൈഫിലെ. ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം, പക്ഷെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭവം എനിക്ക്. ഞാൻ ഇംഗ്ലീഷ് പറയാൻ നോക്കിയതാണ്, പെട്ടെന്ന് നാവ് വഴങ്ങില്ല, അതുകൊണ്ടാണ് മലയാളത്തിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ദേ അങ്ങനെ സന്തോഷിച്ച് ചിരിച്ച് ഉല്ലസിച്ചൊക്കെ അങ്ങനെ ഇരിക്കണേണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോണത്. അപ്പോൾ ദേ കോഴിക്കോട് ബീച്ച് എൻ്റെ സ്വപ്നം, എങ്ങനെ തന്നെ പറയാം, അടിപൊളിയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ബീച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടോ. ഞങ്ങൾക്ക് അധികം ഒരു മണിക്കൂർ നിന്നുള്ളൂ. അപ്പോൾ ദേ ഇവിടെ ഉപ്പിലിട്ട കുറേ പൈനാപ്പിള്, ക്യാരറ്റ് അതെല്ലാം ഓരോന്നോരോന്ന് വാങ്ങിച്ച് ഞാൻ കഴിച്ചായിരുന്നേ. അത് ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു. അപ്പം ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ, ചെറിയൊരു യാത്ര. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.